ജീവിതത്തിൻ്റെ പാതയിൽ എന്ന ധ്യാനത്തിൻ്റെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ ധ്യാനം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കണ്ടെത്താനും നമ്മളെ വിശുദ്ധീകരിക്കുവാനുമുള്ളൊരു വഴിയായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് അഹങ്കാരം എന്ന മൂലപാപത്തെക്കുറിച്ചാണ്. അതിന് നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യം എന്നത് എളിമയാണ്. നമുക്ക് ഇന്ന് ധ്യാനിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3:16. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എവിടെ അസൂയയുണ്ടോ അവിടെ ക്രമക്കേടുണ്ട്, അവിടെ പ്രിയപ്പെട്ടവരെ ദുഷ്കർമ്മങ്ങളുണ്ട്. ഇതാണ് വചനം പറയുന്നത്. എവിടെ അസൂയയുണ്ടോ അവിടെ ക്രമക്കേട്, ദുഷ്കർമ്മം ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. എവിടെ അസൂയയുണ്ടോ അവിടെ ക്രമക്കേടുണ്ട്. ദൈവം ഒരു ക്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്രമത്തിൽ വ്യത്യാസം വരും. 2, അസൂയയുള്ളിടത്ത് ദുഷ്പ്രവൃത്തികളുണ്ടാകും. ദൈവം ഉണ്ടാക്കിയൊരു ക്രമത്തിൽ ഡിസോർഡർ ഉണ്ടാകുന്നു. 2, ദുഷ്കർമ്മം ഉണ്ടാകുന്നു. ഇനി 3 എന്ത് സംഭവിക്കും? അസൂയയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 30-ാമത്തെ വചനം. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അർത്ഥം എന്താണ്? പ്രശാന്തമായ മനസ്സ് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അസൂയ ഒരാളിലുണ്ട് എങ്കിൽ അടുത്തത് അയാളുടെ സ്വസ്ഥത, അയാളുടെ സ്വച്ഛമായ മനസ്സ് അയാൾക്ക് നഷ്ടം വരുന്നു, കൈമോശം വരുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം. അവിടെ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. 37:11. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി, പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കറിയാം അവിടെ ഒരു ക്രമക്കേട് വരുന്നുണ്ട്. എന്താണ് ക്രമക്കേട്? ക്രമക്കേട് ഇതാണ്. ഇളയ മകൻ പൂർവ്വ യൗസേപ്പ്. അങ്ങനെ ദൈവം ഒരു കുടുംബത്തിനൊരു ക്രമം നൽകി. ആ ക്രമം സഹോദര ബന്ധം എന്ന ഒരു ക്രമം നൽകി. ഈ ക്രമത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ക്രമത്തിൽ ക്രമക്കേട് വരുന്നു. ആർക്ക് അസൂയ വന്നു? ജ്യേഷ്ഠന്മാർക്ക് അസൂയ വന്നു. അപ്പോൾ അവിടെ ക്രമക്കേട് വന്നു. പിന്നെ അവർ ചിന്തിക്കുന്നത് എന്താ? ഇവർക്ക് ഈ സഹോദരനെ പിതാവ് സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഇവർക്ക് അത് അംഗീകരിക്കാം. ഇവരുടെ മനസ്സ് അസ്വസ്ഥപ്പെടുകയാണ്. നമ്മളത് വായിക്കുന്നുണ്ട്. 1 മുതലുള്ള വചനങ്ങൾ അതാണ്. തങ്ങളെക്കാൾ കൂടുതൽ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സഹോദരങ്ങളോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റാതിരുന്നത്? എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ സ്വസ്ഥതയില്ല, അവരുടെ ഉള്ളിലൊരു ശാന്തതയില്ല. അതുകൊണ്ടാണ് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി 3 എന്താണ്? അസൂയുണ്ടെങ്കിൽ ക്രമക്കേട് ഉണ്ടാകും, അത് ഉന്മേഷം, അത് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. 3 ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകും. എന്ത് ചെയ്യുന്നു? ഈ സഹോദരനെ കൊല്ലാൻ ജ്യേഷ്ഠന്മാർ തീരുമാനമെടുക്കുന്നു. ഈ സഹോദരനെ കൊല്ലുവാൻ ജ്യേഷ്ഠന്മാർ തീരുമാനമെടുക്കുന്നു. അവസാനം അവനെ വിൽക്കുന്നു. ഒക്കെ ഈ കാര്യങ്ങൾ വന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം, ജോസഫിനെ വിൽക്കുന്നു, വിജാതിയർക്ക് വിൽക്കുന്നു. പിന്നീട് നമുക്കറിയാം ക്ഷാമം ഉണ്ടാകുന്നു. ഇവരെല്ലാവരും അങ്ങോട്ട് പോകേണ്ടി വരുന്നു. ദൈവം ഒരുക്കിയൊരു ക്രമം തെറ്റുന്നു. ഒരു ക്രമം അവിടെ തെറ്റുന്നു. 2, എൻ്റെ ഉള്ളിൽ എനിക്ക് സ്വസ്ഥതയില്ല. സഹോദരന്മാർക്ക് അവനോട് സ്നേഹത്തോടെ പെരുമാറാൻ, സംസാരിക്കാൻ പറ്റിയില്ല.
3 ദുഷ്പ്രവൃത്തി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരാളിൽ അസൂയ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അസൂയ അത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് എക്സ്റ്റേണൽ, നമ്മുടെ പുറത്ത് കാണുന്നതല്ല. അസൂയയിലൂടെ എന്ത് കടന്നു വരുന്നു? അസൂയയിലൂടെ പ്രിയപ്പെട്ടവരെ ഒരു പിശാച് നമ്മളിൽ കയറുന്നുണ്ട്, ഒരു പാപം നമ്മൾ കയറുന്നുണ്ട്. ആദ്യ മാതാപിതാക്കൾക്ക് തോന്നിയ കാര്യം എന്താ? ആദ്യ മാതാപിതാക്കൾക്ക് തോന്നിയതാ, അവർ ദൈവമാകുമെന്ന് ആഗ്രഹിച്ചു. അവർക്ക് എന്ത് തോന്നി? ദൈവത്തെപ്പോലെ ആകാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ് പിശാച് വീണത്? ഇവൻ ദൈവത്തെപ്പോലെയാകും, ഞാൻ അത്യുന്നതങ്ങളിൽ കയറും. കണ്ടോ, ദൈവത്തോട് തോന്നിയ ഒരു അസൂയയുണ്ട് അവിടെ പിശാചിന്. ദൈവത്തോട് തോന്നിയ അസൂയയാണ് പിശാച് പുറത്താകാൻ കാരണം, പിശാച് ദൈവത്തെ ധിക്കരിക്കാൻ കാരണം. അപ്പം ദൈവത്തോട് തോന്നിയൊരു അസൂയ അതുണ്ട്, അപ്പോൾ അസൂയയുണ്ട്. അതുകൊണ്ടാണ് നീ യേശുവിനെ പ്രലോഭിപ്പിക്കുമ്പോഴും എന്താ പറയുന്നത്? നീ ദൈവമാണെങ്കിൽ. അപ്പോൾ ഈ ദൈവമാണെങ്കിൽ ഈ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ ഒരു കാര്യം തലയിൽ വരികയാണ്. എൻ്റെ മുകളിലുള്ള ഒന്നിനോട് അസൂയ വരുന്നു, അപ്പോൾ ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും, അതിനു വേണ്ടി ദൈവകൽപ്പന തെറ്റിക്കും. അപ്പോൾ അസൂയ എന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഒരു തിന്മ കടന്നു വരുവാൻ കാരണമാകും. അസൂയ എന്നത് തിന്മ കടന്നു വരാൻ കാരണമാകും. അസൂയ കടന്നു വരുമ്പോൾ ഒന്ന് സംഭവിക്കുന്നത്, അവിടെ സ്നേഹത്തിന് ഒരു ക്രമത്തിന് തെറ്റുവരുന്നു, ക്രമം തെറ്റുന്നു. മാലാഹയായിരുന്നത് ദൈവത്തോട് അസൂയ തോന്നിയപ്പോൾ മാലാഹയ്ക്ക് വിപരീതമായ പ്രവൃത്തി ചെയ്ത് തിന്മയാകുന്നു. അപ്പോൾ നമ്മളെല്ലാം ദൈവമക്കളാണ്. എന്നാൽ ഈ അസൂയ നമ്മളിൽ വരുമ്പോൾ മറ്റൊരാളുടെ നന്മ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നില്ല, പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തു ചെയ്യും? അവിടെ ക്രമക്കേട് വന്നു. എന്താണ്? പ്രത്യക്ഷത്തിലില്ല, ഉള്ളിൽ നമുക്ക് ഒരകൽച്ച വരും. ഇതിന്ന് അനേകം സഹോദര ബന്ധങ്ങളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, സഭയിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അസൂയ കടന്നു വരുന്നതാണ് ഈ ക്രമക്കേടിന് കാരണം. അസൂയ കടന്നു വരുന്നു. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗനിക്കാതെ പോകുന്നതും എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ദൈവാനുഗ്രഹത്തിനും തടസ്സമാകുന്നതുമായ കാര്യമാണ് അസൂയ. മറ്റൊരാളുടെ നന്മയിൽ, മറ്റൊരാളുടെ ഉയർച്ചയിൽ, മറ്റൊരാളുടെ വളർച്ചയിൽ ഉള്ള അസൂയ നമ്മൾ എന്തും പറയുവാൻ കാരണമാകും. അവർക്ക് അത് ഉണ്ടാക്കുന്ന തിന്മ വളരെ വലുതായൊരു കാര്യമാകാം. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഒരിക്കൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. ആ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുമ്പോൾ വികാരിച്ചനോട് പറഞ്ഞു, അച്ചോ, ഒരു വലിയ ഇഷ്യൂ ഉണ്ട്, അച്ഛൻ ഒന്ന് അതിലിടപെടണം. അപ്പോൾ അവിടുത്തെ കാര്യം ഇതാണ്, അവരുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ ഈ രണ്ട് വീടും അടുത്തടുത്താണ്. ഈ വീട്ടിലെ മകനും അപ്പുറത്തെ വീട്ടിലെ മകളും ഇവർ ഈ യൂത്ത് സംഘടനയിലുണ്ട്, KCYM മറ്റോ യൂത്ത് സംഘടനയിലുണ്ട്. അപ്പോൾ ഈ സംഭവം ഇതാണ്, ഒരു ദിവസം പള്ളിയിൽ പെരുന്നാളിൻ്റെ ഒരു ദിവസം രാത്രിയിൽ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞു. യൂത്ത് എന്തോ സ്റ്റോളോ മറ്റ് സ്ഥാപനങ്ങൾ, കടയോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയും ഈ പയ്യനും ഈ യൂത്ത് മുഴുവനും, ആ യൂത്ത് സംഘടനയിലുള്ളവർ മുഴുവനും ഇച്ചിരി ലേറ്റായി അവിടെ നിന്നു. അപ്പോൾ ലേറ്റ് ആകാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോകുന്ന വഴിയിലൊക്കെ ലൈറ്റുണ്ട്, കൂട്ടുകാരൊക്കെ ആ വഴിയിലുണ്ട്, അങ്ങനെ നിന്നതാണ്. അപ്പോൾ സംഭവം ഇതാണ്, അല്പം ലേറ്റായി കഴിഞ്ഞപ്പോൾ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി. ഈ പെൺകുട്ടി വീട്ടിൽ പോവുകയും, അപ്പോൾ ഇവളുടെ കൂട്ടുകാരികളെല്ലാം അവളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഉള്ളിലേക്കുള്ളൊരു ചെറിയ വഴിയിലൂടെ പോകാൻ ഇവൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവളിങ്ങനെ പോകുന്ന സമയത്ത് ഇവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവളോടൊപ്പം കളിച്ചു വളർന്ന ഇവളുടെ സുഹൃത്ത്, ഇവളുടെ അടുത്ത വീട്ടിലെ സുഹൃത്ത്, ഇവളുടെ സംഘടനയുടെ തന്നെ ഭാഗമായ ആ ചെറുപ്പക്കാരൻ ഒരു തമാശ തോന്നി അവളെ ഒന്ന് പേടിപ്പിക്കുക. അപ്പോൾ ഇവൻ
ഇവൾ വരുന്നത് കണ്ട് ഈ മതിലിൻ്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് പേടിപ്പിച്ചു. ഇവൾ പേടിച്ചു. അത് ഒരു 2 പേര് തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാവോ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ പെരുന്നാൾ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത, ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. വാർത്ത ഇതാണ്: ആ പയ്യൻ ഞങ്ങളുടെ മോളെ പീഡിപ്പിച്ചു, മോശമായി പെരുമാറി. നമുക്കറിയാം ഇങ്ങനൊരു കാര്യം വന്നു. അതിൻ്റെ കാരണം, ഇപ്പോൾ എന്നോട് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ആ പയ്യൻ അങ്ങനെയൊന്നുമല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. പക്ഷേ സംഭവം ഇതാണ് അച്ഛാ, ഈ 2 വീട്ടിലെ അമ്മമാർ തമ്മിൽ വഴക്കാണ്. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച കഴിയുമ്പോൾ അടുത്ത മാസം ഇവൻ വിദേശത്തേക്ക് പോകാനിരിക്കുക. അപ്പോൾ ഇവൻ വിദേശത്തേക്ക് പോകാനിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇവൻ വിദേശത്തേക്ക് പോകാനുള്ള പരീക്ഷ പാസ്സായി, ഇനി അതിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ ഇനി ഇങ്ങനൊരു കേസുണ്ടായാൽ ഉറപ്പായിട്ടും അത് വളരെ പ്രതികൂലമായിട്ട്, വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അച്ഛൻ ഇതിൽ ഇടപെടണം. അപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, ചെറുപ്പകാലം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. ഒന്ന് ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി ചെയ്തൊരു കാര്യം, ഞാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സോറി പറയിപ്പിക്കാം. അപ്പം ഇവൻ എന്നോടിത് പറഞ്ഞു. പക്ഷെ അവർ പറയുന്ന കാര്യം ഇതാ: അച്ഛൻ ഇവിടെ വന്ന് ഇത് പറഞ്ഞതുകൊണ്ട്, അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ടും ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇവിടെ വന്ന് മാപ്പ് പറയാൻ പറ്റില്ല. അടുത്ത ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ മാപ്പ് പറയണം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പോൾ ഇത് ഞാൻ വികാരിച്ചനോട് പറഞ്ഞപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അത്രയും നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇത് അവർക്ക്, ആ സ്ത്രീക്ക് അവൻ്റെ കുടുംബത്തോടുള്ള അസൂയയാണ്. ഓർക്കുക, ഞാൻ പറഞ്ഞു സാരമില്ല അച്ഛാ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ, ഒന്ന് എളിമപ്പെടാൻ ദൈവം അവന് കൊടുത്ത അവസരമായിരിക്കും. ഈ ചെറുപ്പക്കാരൻ ഇത്രയും പേരുടെ മുമ്പിൽ വച്ച് ആ സംഭവത്തെ പ്രതി മാപ്പ് ചോദിച്ചു. അവൻ വിദേശത്ത് പോയി, അവൻ ജോലിയായി, അവനിതായി. പിന്നെ ഞാൻ ഈ കുടുംബത്തെ കാണുന്നത് ഈ ഒരു പോട്ടയിലൊരു ധ്യാനം നടക്കുമ്പോൾ, ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ അമ്മ ഓടി വരുന്നു, അച്ചോ പ്രാർത്ഥിക്കണം, ഞങ്ങളാകെ വലിയ തകർന്നിരിക്കുക. എന്താ കാര്യം? അതല്ലച്ച, ഞങ്ങളുടെ മകൾക്ക് ഒരുത്തനെ ഇഷ്ടമായിരുന്നു, വിവാഹം കഴിച്ചു, അവളുടെ ഇഷ്ടപ്രകാരം കല്യാണം പള്ളിയിൽ വെച്ചൊന്നും ആയിരുന്നില്ല, ഞങ്ങൾക്ക് നിവൃത്തി കഴിവുകൊണ്ട് നടത്തി കൊടുക്കേണ്ടി വന്നു. അച്ചൊപ്പം അതല്ല, ഇപ്പോൾ അവളെ വിട്ട് അവൻ പോയി, അവളുമായിട്ട് ബന്ധം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ചോ, അവൾ തിരിച്ചു വീട്ടിൽ വന്നിരിക്കുക. ഓർക്കണം, ഈ പെൺകുട്ടിയെ, ഈ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരു 4 വർഷം മുമ്പ് ആ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനെതിരെ അങ്ങനെ പരാതി കൊടുത്തത്. ആ പരാതിയുടെ പിന്നിൽ എന്താ? ആ പരാതിയുടെ പിന്നിൽ അസൂയയാണ്. കള്ളമായൊരു കാര്യം സാക്ഷ്യം പറഞ്ഞു, ഒരു നുണ പറഞ്ഞു, അതിൻ്റെ പിന്നിൽ അസൂയയാണ്, അവരുടെ നന്മയിലുള്ള അസൂയ. പ്രിയപ്പെട്ടവരെ, കണ്ടോ, അവിടെ ആ സഹോദര ബന്ധങ്ങളിൽ ക്രമക്കേടുണ്ടായി. ഒരു ദുഷ്പ്രവൃത്തി ചെയ്തില്ല. ദുഷ്പ്രവൃത്തി എന്ന് വെച്ചാൽ ആ നിഷ്കളങ്കമായ പയ്യൻ വിദേശത്ത് പോകരുത് എന്നതുകൊണ്ട് അവനെതിരെ കേസ് കൊടുത്തില്ലേ. ദുഷ്പ്രവൃത്തി. ഇതിൻ്റെ പിന്നിൽ അസൂയയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, അസൂയ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറഞ്ഞ അസൂയ അസ്ഥികളെ തകർക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഉറക്കമില്ലാത്തതിൻ്റെ കാരണം എന്താ? അവന് നന്മയുണ്ടാകുന്നു, അവന് ഉയർച്ചയുണ്ടാകുന്നു, അവന് നേട്ടമുണ്ടാകുന്നു. മറ്റൊരാളുടെ നേട്ടം, മറ്റൊരാളുടെ ഉയർച്ച, മറ്റൊരാളുടെ ദൈവാനുഗ്രഹം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവർ, അവിടെ നമുക്ക് എല്ലായിടങ്ങളിലും സംഭവിക്കുക. എനിക്ക് ഇപ്പോൾ ഒരു അധികാരിക്ക് അസൂയ വന്നാൽ, ഒരു പക്ഷേ അധികാരിയുടെ കീഴിൽ നല്ല കഴിവുള്ളവരുണ്ടാകും. ആ കഴിവ് ആ സമൂഹത്തിന് കിട്ടേണ്ട, അല്ലെങ്കിൽ സഭയ്ക്ക് കിട്ടേണ്ട ആ നന്മ, ആ കഴിവ് അത് പുറത്തു വരില്ല. നമ്മൾ ഓർത്ത് നോക്കുക, അസൂയുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അത് മറ്റൊരാളെയല്ല ബാധിക്കുന്നത്, നമ്മളെയാണ് ബാധിക്കുന്നത്. ഏറ്റവും ആദ്യം അസൂയ ബാധിക്കുന്നത്
നമ്മളെ തന്നെയാണ്, നമ്മുടെ സ്വസ്ഥത, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സ്നേഹബന്ധങ്ങൾ, ഇതിനെല്ലാം അത് തടസ്സമുണ്ടാക്കും. അസൂയ തടസ്സമുണ്ടാക്കും. അസൂയ പ്രിയപ്പെട്ടവരെ എല്ലിനെ ജീർണിപ്പിക്കുമെന്ന്, അല്ലെങ്കിൽ അസ്ഥിയെ ജീർണിപ്പിക്കുമെന്ന് വചനം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് സ്വസ്ഥതയില്ല, നമുക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇതാണ് അസൂയ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം അതാണ്. ഞാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതുപോലുള്ള വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം നോക്കുന്നത് നമ്മളുടെ സ്വകാര്യതയിലേക്കാണ്. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് എത്രയോ സഹോദര ബന്ധങ്ങളാണ്. നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മൾ ഇപ്പോൾ നമുക്കൊരാളുടെ അസൂയയുണ്ട്, അയാളെക്കുറിച്ച് നമ്മൾ മോശമായൊരു വാർത്ത കേൾക്കുക, നമ്മൾ ഉടനെ എന്ത് പറയും? അത് സത്യമാകാനുള്ള കാരണമുണ്ട്, അത് സത്യമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കണ്ടോ, നമ്മൾ ഓർക്കുക, നമ്മൾ പെട്ടെന്ന് കയറി നമ്മൾ പ്രതികരിക്കുന്നതായിരിക്കും. നമ്മൾക്ക് അസൂയ നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അസൂയ നമ്മളിലുണ്ട് എങ്കിൽ അവൻ പെട്ടെന്ന് എന്തെങ്കിലും നമുക്കെതിരായൊരു കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം എതിരായി ചെയ്യുന്നത് നമുക്ക് തോന്നിയാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണം അസൂയയാണത്. അപ്പോൾ അസൂയ നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാനോ, നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനോ, നമുക്ക് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയാനോ സാധിക്കില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി നിൽക്കുന്ന വ്യക്തിയാകും. എനിക്ക് ദൈവം നൽകിയ നന്മകളിലേക്ക് നോക്കി, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളിലേക്ക് നോക്കി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മറിച്ച് ഞാൻ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ ഉന്മേഷമില്ല, എൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല, എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയില്ല. ഇതാണ്. 2, ഇത് തിന്മയിലേക്ക് ഉറപ്പായിട്ടും അസൂയ ഗ്രേവ് സിനിലേക്ക് നമ്മളെ നയിക്കും. അതാണ് സംഭവിച്ചത്. അസൂയ ഗ്രേവ് സിനിലേക്ക് നയിച്ചു. ആരെ നയിച്ചു? പ്രിയപ്പെട്ടവരെ, നയിച്ചത് ജോസഫിൻ്റെ സഹോദരങ്ങളെയാണ്. ജ്യേഷ്ഠന്മാർ അവനെ വിറ്റു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ജോസഫിൻ്റെ ജീവിതം അതല്ലേ. ദൈവം ഒരാളെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ ദൈവം ഉയർത്തിയിരിക്കും. അയാളെ ദൈവം ഉയർത്തിയിരിക്കും. നമ്മൾ ഓർത്ത് ജോസഫിനെ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നു, ജോസഫിനെ ആരൊക്കെ തകർക്കാൻ നോക്കുന്നു? ജോസഫിൻ്റെ ജ്യേഷ്ഠന്മാർ, പൊത്തിഫർ, ഇങ്ങനെ ജോസഫിനെ സകലരും തകർക്കാൻ നോക്കുന്നു. ജോസഫ് ജയിലിലാകുന്നു. പക്ഷേ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. നമ്മൾ ഓർത്ത് നോക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നോക്കി നന്ദി പറയാനും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നോക്കി ദൈവത്തെ ആരാധിക്കാനും മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നമ്മൾ ഓർക്കുക, മറ്റൊരാളുടെ നന്മയെ നോക്കി നമ്മൾ അസൂയപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ തിന്മ ഭരിക്കാനിടയാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അനേകം കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരു നല്ലപോലെ പഠിക്കുന്ന, ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളെ നോക്കി നമുക്ക് ഒരാളെ നോക്കി മാതൃകയാക്കാം. എന്നാൽ അസൂയ തോന്നുമ്പോൾ എന്ത് സംഭവിക്കും? അസൂയ തോന്നുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അയാളോട് വെറുപ്പ് തോന്നും, അയാളോട് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റില്ല. നമ്മൾ ഓർത്തു നോക്കുക, അയാൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുന്നതിൽ നിന്ന് നമ്മൾ തടസ്സപ്പെടും, അല്ലെങ്കിൽ നമ്മൾ തടസ്സപ്പെടുത്താൻ നമ്മൾ കാരണമാകും. ഇത് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും വലിയ അകൽച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയാം അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നത് സത്യമാണ്, അല്ലേ? നമ്മൾ ഓർക്കുക, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 എന്ന് വരച്ചു, അതിനിപ്പുറത്ത് വലിയ 1 വരച്ചു. ഞാൻ ആദ്യം വരച്ച 1 ചെറുതാകുന്നത് തൊട്ടടുത്ത് വലിയ ഒരു 1 വരുമ്പോഴാണ്. ഞാൻ ആദ്യം വരച്ച 1 ചെറുതാകുന്നത് തൊട്ടടുത്ത് ഒരു വലിയ 1 വരുമ്പോൾ ഞാൻ ആദ്യം വരച്ച 1 ചെറുതാകും. എന്നാൽ അതിനിപ്പുറത്ത് ഞാൻ കുറച്ചുകൂടി ഒരു ചെറിയ 1 വരച്ചാൽ അത് ഞാൻ ആദ്യം വരച്ച 1 വലുതാവുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും നമുക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഇപ്പോൾ നമ്മളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഒരു വാർത്ത നമ്മൾ വായിച്ചു,
വാർത്ത ഇതാണ്: അംബാനി 25 കോടി രൂപയുടെ കാറ് വാങ്ങിച്ചു. നമുക്ക് വല്ല അസൂയയുണ്ടോ? ഒരസൂയയില്ല. അപ്പുറത്തെ വീട്ടിലവൻ ഒരു ഇലക്ട്രിക് കാറ് 10 ലക്ഷത്തിൻ്റെ മേടിച്ചു. നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരിലെ നന്മ അതാണ്. ഇത് അടുത്ത് നിൽക്കുന്നവരില ഇത് സംഭവിക്കുന്നത്. ഇത് അകലെ നിൽക്കുന്നവരിലല്ല, അടുത്ത് നിൽക്കുന്നവരില്ല. ദൈവം നമ്മുടെ അടുത്ത് നിർത്തിയ സഹോദരങ്ങളിൽ, ഒപ്പം ജോലി ചെയ്യുന്നവരിൽ, ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഒക്കെ നന്മ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യമാണ്. എന്നേക്കാൾ ഒരു കുറച്ചുകൂടി സാലറിയിൽ വർധനവ് ഒരാൾക്കുണ്ടായി, എന്നേക്കാൾ ആ ബിസിനസ്സിൽ അവർക്ക് കുറച്ച് നേട്ടമുണ്ടായി, എന്നേക്കാൾ കുറച്ചുകൂടി ഒരു നല്ല ഒരു ഗ്രേഡ് അവർക്ക് കിട്ടി, കുറച്ചുകൂടി സൗകര്യം അവർക്കുണ്ടായി, എൻ്റെ സഹോദരങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായൊരു വീട് വെച്ചു, എൻ്റെ സഹോദരങ്ങൾ ബെറ്ററായൊരു കാര്യം വന്നു. നമുക്കിത് വരും. ഇത് കൊണ്ട് നമ്മൾ അതിൽ പല കാര്യങ്ങളും ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെൺകുട്ടി, അവൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞൊരു സങ്കടകരമായ കാര്യമുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞതാണ് അച്ഛാ, എനിക്ക് പഠിച്ചു കഴിഞ്ഞു, ഒരു ജോലിയിലേക്ക് കയറിയിട്ട് മതി വിവാഹമെന്ന്. പക്ഷേ അമ്മയ്ക്കും അപ്പനും ഒറ്റ നിർബന്ധം. അമ്മയുടെ നിർബന്ധം ഇതാണ്. അമ്മയുടെ ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് മുമ്പ്, ഏതായാലും ചേച്ചിയുടെ മകൾക്ക് ജോലിയായി, ഇനി അവളുടെ നിനക്ക് ജോലി ആയിട്ടില്ല, ഇനി അവൾ കല്യാണം കൂടി കഴിച്ചാൽ പിന്നെ എന്താവും പ്രശ്നം? അതുകൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കണം. ഈ കല്യാണം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഉറപ്പിച്ചു. ഓർക്കണം, അവർ ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്തുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? പഠിച്ചു കഴിഞ്ഞ് അവൾ വന്നിരിക്കുന്നു, അവൾ വിദേശത്തേക്ക് പോകുവാനുള്ള ടെസ്റ്റ് പരീക്ഷകൾ എഴുതാൻ പോകുന്നു. അവൾക്കൊരു ജോലി കിട്ടിയിട്ട് 24 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു ജോലി കിട്ടിയിട്ട് മതി, അല്ലെങ്കിൽ അതിനുള്ള സാവകാശം ഒരു 6 മാസത്തിനുള്ളിൽ അപ്പുറത്ത് അവൾക്കൊരു ജോലി സാധ്യതയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് മതി വിവാഹമെന്ന് അവൾ പറയുമ്പോൾ, ഇതാ സഹോദരിയുടെ മകൾക്ക് ജോലിയായി, അവൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു, അവളുടെ വിവാഹം നടക്കാൻ പോകുന്നു. അതിനു മുമ്പ് നിൻ്റെ വിവാഹം നടക്കണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അവൾക്ക് 26 വയസ്സായല്ലോ, അവളുടേതല്ല നടക്കേണ്ടത്, ഞാൻ അനിയത്തിയല്ലേ? അല്ല, അങ്ങനെയല്ല, നിൻ്റെത് ആദ്യം നടക്കണം. ഓർത്ത് നോക്കിക്കേ, എന്താ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് നടക്കേണ്ട ഒരു കാര്യത്തിൽ ഇപ്പോൾ സഹോദരിയോടുള്ള അസൂയയിൽ നിന്നാണ് മകളുടെ വിവാഹത്തിൻ്റെ ഡിസിഷൻ വരുന്നത്. നമ്മളുടെ പെരപണി, നമ്മുടെ ബിസിനസ് ആരംഭിക്കുന്നത്, കാറ് മേടിക്കുന്നത്, ഇതെല്ലാം പ്രാർത്ഥനയിൽ നിന്ന് സംഭവിക്കേണ്ടതാണോ അതോ അസൂയയിൽ നിന്ന് സംഭവിക്കുന്നതാണോ? പ്രിയപ്പെട്ടവരെ, അസൂയയിൽ നിന്ന് സംഭവിക്കുന്നതൊന്നും അനുഗ്രഹമാകില്ല. മറിച്ച് പ്രാർത്ഥനയിൽ നിന്ന്, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതേ അനുഗ്രഹമാകൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അസൂയയിൽ നിന്ന് ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് അനുഗ്രഹമാകില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കാം. ആയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനവിധാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാർ ആയിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. ഈ വചനം നമ്മൾ വച്ച് പ്രാർത്ഥിക്കുക. ആ വചനം ഒരിക്കൽ കൂടി: എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഈ വചനം മാത്രം നമ്മൾ ധ്യാനിക്കുക. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനം. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അപ്പോൾ ഈ സ്നേഹത്തിൽ വളരുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.
യേശുവിനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. യേശുവിനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. നല്ലവനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. നല്ലവനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ശക്തിയുടെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ശക്തിയോടെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. കൈകൾ കൊട്ടി വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. കൈകൾ കൊട്ടി വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. ഹല്ലേലൂയ. രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താതി കർത്തനവൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 6:35 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് അസൂയ എന്ന മൂലപാപത്തെക്കുറിച്ചാണ്. ഈശോ പഠിപ്പിച്ചു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മിൽ കയറുന്ന ഈ അസൂയ എന്ന മൂലഭാവം, അതുവഴി നമ്മിൽ കടന്നു വരുന്ന പിശാച്, നമ്മൾ
ധ്യാനിച്ചു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 വചനം, എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ എല്ലാവിധ ക്രമക്കേടുമുണ്ട്. അവിടെ എല്ലാവിധ ക്രമക്കേടുമുണ്ട്. ക്രമക്കേട് വരുന്നത് കുടുംബത്തിൽ, സഭയിൽ, എവിടെയെല്ലാം ക്രമക്കേട് വരുന്നുവോ ഈ അസൂയയുടെ ആത്മാവ് കയറും. ഏദൻ തോട്ടത്തിൽ ക്രമക്കേടുണ്ടായതെപ്പോഴാണ്? എന്തിനാണ്, എങ്ങനെയാണ് ആ ക്രമക്കേട് പിശാച് ഉണ്ടാക്കിയത്? പിശാച് ക്രമക്കേടുണ്ടാക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ നോക്ക്, ദൈവം നന്മയും തിന്മയും അറിയാവുന്നവൻ. നിങ്ങൾ ദൈവത്തെ പോലെയാകും. അസൂയ ദൈവത്തെ പോലെ, ദൈവത്തോടുള്ള അസൂയ, അതാണ് ആദ്യത്തെ പിശാചുണ്ടാകാൻ കാരണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ താഴ്ന്നു. എന്നാൽ ഈ അസൂയയാണ് ക്രമക്കേടുണ്ടാക്കിയത്. എനിക്കതുപോലെ ആകണം, എനിക്കതുപോലെ പറ്റണം, അങ്ങനെ ഒരു ചിന്ത വരുന്നത് അത് അസൂയയിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്ത് നോക്കുക, സന്തോഷത്തോടെ പോകുന്നൊരു കുടുംബം, എല്ലാ നന്മകളുമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ വചനം പറയുന്നു, ഉൽപ്പത്തി 37, സഹോദരങ്ങൾക്ക് അവനോട് അസൂയ തോന്നി. ആ അസൂയ തോന്നിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുടുംബത്തിൻ്റെ യൂണിറ്റി, ഐക്യം തകർന്നു. എന്നേക്കാൾ നല്ലൊരു വീട് മറ്റൊരാൾ പണിയുമ്പോൾ, എന്നേക്കാൾ കുറച്ചുകൂടി ഉയർന്ന മാർക്ക് ഒരാൾക്ക് കിട്ടുമ്പോൾ, എന്നേക്കാൾ നല്ലൊരു ജോലി മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ, എൻ്റെ കുടുംബത്തിലെ ഇന്ന കാര്യത്തേക്കാൾ മറ്റൊരു കുടുംബത്തിൽ ആ കാര്യം കുറച്ച് മുൻപേ നടക്കുമ്പോൾ, ആ കുടുംബത്തിലെ ഒരു നന്മയുടെ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ എന്താ ഉണ്ടാകുന്നത്? പ്രത്യക്ഷത്തിൽ ഞാൻ നല്ലതെന്ന് പറയും. ഉള്ളിൽ എൻ്റെ അടുത്ത കുടുംബത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു നന്മ കിട്ടി, നല്ലൊരു ജോലി കിട്ടി, വിദേശത്തേക്ക് പോകുന്നു, നല്ല ഒരു വിവാഹാലോചന വന്നു, അവർ നല്ലൊരു വാഹനം വാങ്ങി, ഇങ്ങനെ മറ്റുള്ളവരുടെ നന്മ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണ്? പ്രത്യക്ഷത്തിൽ നമ്മൾ അവർക്ക് കൈ കൊടുത്തുകൊണ്ട് കൺഗ്രാജുലേഷനും കൈ കൊടുത്തുകൊണ്ട് കൊള്ളാമെന്നും പറയുന്നു. ഉള്ളിൽ എൻ്റെ സ്വകാര്യതയിലുള്ള ചിന്ത എന്താണ്? എൻ്റെ സ്വകാര്യതയിൽ എനിക്കൊരു ദുഃഖം, അവർക്ക് കിട്ടിയ നന്മയോർത്തൊരു ദുഃഖം, അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്തൊരു ദുഃഖം, അവർക്കുണ്ടായ നേട്ടത്തെ ഓർത്ത് എനിക്ക് ഒരു വിഷമം. എങ്കിൽ എൻ്റെ ഉള്ളിൽ അസൂയയുടെ ആത്മാവുണ്ട്. അന്ന് തൊട്ട് ഞാൻ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ മറച്ചു വയ്ക്കാൻ തുടങ്ങി. പിന്നീടുള്ള അതേ കാര്യത്തിന് വേണ്ടി, പിന്നീടുള്ള എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം അവരോടുള്ള അസൂയയിൽ നിന്ന് വരുന്നു. ദൈവത്തോട് ചേർന്നല്ല. ഉദാഹരണം നമ്മൾ ധ്യാനിച്ചതാണ്. ഇതാ എൻ്റെ സഹോദരൻ്റെ കുടുംബത്തിൽ അയാളുടെ മകളുടെ വിവാഹം ആലോചന തുടങ്ങി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു അസൂയ. അതിനു മുമ്പ് എൻ്റെ മകളുടെ നടത്തണം. അത് വാശിയായി. അതിനു മുമ്പ് എൻ്റെത് നടത്തണമെന്ന വാശിയായി. അസൂയ വാശിയിലേക്ക് മാറുന്നു. പിന്നീട് എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന ശ്രമങ്ങൾ മുഴുവനും ഈ അസൂയയിൽ നിന്ന്, ഈ വാശിയിൽ നിന്ന്. ഓക്കെ, പക്ഷേ അത്
ദൈവത്തോട് ചേർന്നും ദൈവത്തോട് ആലോചന ചോദിച്ചും അല്ല എങ്കിൽ അത് നന്മയാകില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എനിക്കും നന്മയുണ്ടാകണം, എനിക്ക് നന്മ ചെയ്യണമെന്ന ചിന്തയല്ല. ഉത്തരവാദിത്തമില്ലാത്ത ഞാൻ എന്ന അപ്പൻ മറ്റൊരാൾ ഉത്തരവാദിത്തത്തോടെ മകളുടെ വിവാഹം നടത്തുന്നത് കാണുമ്പോൾ എനിക്കും കുറച്ച് ഉത്തരവാദിത്തോടെ ചെയ്യണമെന്ന ചിന്തയല്ല, മറിച്ച് അവൻ്റെ നന്മയിലുള്ള അസൂയയിൽ നിന്നാണ് ഞാൻ എൻ്റെ പല കാര്യങ്ങളും. അങ്ങനെയാകുമ്പോൾ അത് തിന്മയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇതാണ് എല്ലാ ഡിസോർഡറിൻ്റെയും കാരണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളിൽ വരുമ്പോൾ അവിടെയാണ് എനിക്കത് സ്വന്തമാക്കണം എന്ന ചിന്ത വരുന്നു. നമുക്ക് അർഹിക്കാത്തത്, നമുക്ക് അവകാശപ്പെടാത്തത് ആഗ്രഹിക്കാനും സ്വന്തമാക്കാനും, മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കുക, മോഷ്ടിക്കുക, ഇതുപോലുള്ള കൽപ്പനകൾ തെറ്റുന്നു. അസൂയ വരുമ്പോൾ വെറുപ്പ് വരുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, വെറുപ്പിലേക്ക് വരുന്നു. അസൂയ വരുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടിയ നന്മ ദൈവം കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നില്ല. കിട്ടുന്ന നന്മയും കൊടുക്കുന്ന നന്മകളും ദൈവം കൊടുത്തതായിട്ടോ ദൈവം നൽകിയതായിട്ടോ കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഇതിൻ്റെ പരിണിത ഫലങ്ങളാണ്. നമ്മളൊരു നിമിഷം നമ്മുടെ ഉള്ളിൽ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ പാപത്തിൽ നിന്ന്, ഈ മൂലപാപത്തിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ, മറ്റുള്ള നന്മ കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ. അപ്പോൾ എൻ്റെ മനസ്സ് മറ്റൊരാളുടെ നന്മ കണ്ട് എൻ്റെ മനസ്സ് മുറിപ്പെടാതിരിക്കുവാൻ അത് സംഭവിക്കും. കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം നമുക്കൊരു വചനം പറഞ്ഞു തരുന്നുണ്ട്. സുഭാഷിതം 14:30 നമ്മൾ ധ്യാനിച്ച വചനമാണ്. സുഭാഷിതം 14:30 അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ അസൂയ കൂടുതൽ വർദ്ധിച്ചു കഴിയുമ്പോൾ ദാറ്റ് വിൽ ലീഡ് ടു ദ ഡിസീസ്, അത് രോഗങ്ങളിലേക്ക് നയിക്കും. എനിക്ക് മാനസിക സ്വസ്ഥതയില്ല, ഉറക്കമില്ല. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു എന്ന് വചനം പറയുകയാണ്. അപ്പോൾ എനിക്ക് ഉറക്കമില്ല, എനിക്ക് രാത്രി ഉറക്കമില്ല, മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ എനിക്ക് ഉറക്കമില്ല, എനിക്ക് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സന്തോഷം നഷ്ടപ്പെടാൻ, സമാധാനം നഷ്ടപ്പെടാൻ എനിക്ക് കാരണമില്ല. എനിക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കെല്ലാം ഉണ്ട്. എനിക്കൊരു രോഗമില്ല, എനിക്ക് എല്ലാ നന്മകളും ഉണ്ട്. പക്ഷേ എനിക്ക് സ്വസ്ഥതയില്ല, ഉറക്കമില്ല. കാരണം മറ്റൊരാളുടെ നന്മ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതാണ് വചനം പറയുന്നത്, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. നമുക്ക് ഈ മേഖലയിൽ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, മറ്റൊരാളോട് നന്മ കാണിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഉള്ള കൃപയിലേക്ക് എന്നെ വളർത്തണേ. മറ്റുള്ളവരുടെ നന്മ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ. ദൈവം എന്താ പറയുന്നത്? എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നന്മയാണ്, ഇത് നല്ലതാണ്. ഈ മനസ്സെനിക്ക് കിട്ടണം. ഇതാണ് ദൈവ മനസ്സ്. മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കുന്ന മനസ്സ്, അനുദപിക്കുന്നൊരു പാപിയോർത്ത് സന്തോഷിക്കുന്ന മനസ്സ്. ഇതാ എന്ത് സംഭവിച്ചു? ധൂർത്തപുത്രന് എന്തുകൊണ്ടാണ്? മൂത്ത മകൻ്റെ പൊസിഷനിലാണ് നമ്മൾ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ മൂത്ത മകൻ അസൂയയാണ്. പിതാവ് അവനെല്ലാം കൊടുക്കുന്നു. കോപം തോന്നി. അസൂയ അത് കോപത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഈശോയെ. എൻ്റെ സ്നേഹത്താൽ നിറച്ച് എൻ്റെ ഉള്ളിലെ അസൂയ, ആ ചിന്ത മാറ്റണേ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഒരു നിമിഷം നമ്മെ സമർപ്പിക്കുക.
നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മൂലപാപം നമ്മളിൽ വരുമ്പോൾ, അസൂയ അല്ലെങ്കിൽ അഹങ്കാരം നമ്മൾ ഇന്നലെ ധ്യാനിച്ചു, ഇത് നമ്മളിൽ വരുമ്പോൾ അതുവഴി നമ്മളിൽ എൻ്റർ ചെയ്യുന്ന, പ്രവേശിക്കുന്നൊരു പിശാചുണ്ട്. അതുവഴി നമ്മളിൽ കടന്നു വന്ന് നമ്മളെ ബന്ധിച്ചിടുന്ന, അതിൽ നമ്മളെ ബന്ധിച്ചിടും. അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ സന്തോഷം, എൻ്റെ നന്മ, എൻ്റെ സമാധാനം ഇല്ലാതാക്കുക. ഞാൻ മറ്റൊരാളുടെ നന്മയിലേക്ക് നോക്കി അസൂയപ്പെടുന്നു, എൻ്റെ നന്മയിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് അതിലേറ്റവും വലിയ അപകടം. എനിക്കുള്ള നന്മകളിലേക്ക് നോക്കി, എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി എനിക്ക് സ്തുതിക്കാൻ പറ്റാതെ വരികയും മറ്റൊരാളുടെ നന്മയിലേക്ക് നോക്കി അസൂയപ്പെടുകയും ചെയ്യുന്നത് വഴി എനിക്ക് ലഭിക്കേണ്ട ദൈവം നൽകിയ നന്മകളിലേക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്കും നോക്കി സ്തുതിച്ച് ഞാൻ സ്വീകരിക്കേണ്ട സന്തോഷം, സമാധാനം എനിക്ക് നഷ്ടപ്പെടുന്നു. ഇതാണ് അപകടമെന്നത്. ഇത് അനേകം പേരിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി, എനിക്ക് കിട്ടിയ നന്മകളിലേക്ക് നോക്കി, എനിക്ക് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് പറ്റാതെ വരുന്നു. സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയും, ദൈവകൃപ നിറയും, നമുക്ക് കിട്ടിയതെല്ലാം അനുഗ്രഹങ്ങളിലായി മാറാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് ചിന്തിക്കുക, ദൈവമേ ഈ പഠനം പൂർത്തിയാക്കാൻ ഈ കൃപ നൽകിയതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അപ്പുറത്തെ ഒരാൾ OIT പരീക്ഷ എഴുതി ജയിച്ചു, ഞാൻ അതിലേക്ക് നോക്കി അസൂയപ്പെടാതെ ഞാൻ ഈ പഠനം, ഈ കോഴ്സ് പൂർത്തിയാകാൻ കൃപ നൽകി, അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുക. അവൻ വീട് പണിതതിനെ നോക്കി ഞാൻ അസൂയപ്പെടാതെ എനിക്കുള്ള വീട്ടിലേക്ക്, എനിക്ക് ദൈവം നൽകിയ ഒരു ചെറിയ സ്ഥലത്തേക്ക് നോക്കി ഞാൻ നന്ദി പറയുക. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത്, നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിനും നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിനും വേണ്ടി ദൈവം നമുക്ക് നൽകിയതും ചെയ്തതുമായ കാര്യങ്ങളിലേക്ക് നോക്കി നന്ദി പറയാൻ പറ്റാതെ വരികയും അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ നമ്മൾ മറ്റൊരാളിലേക്ക് നോക്കി നമ്മൾ അസ്വസ്ഥപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു സംഘർഷം, നമ്മുടെ ഉള്ളിൽ സമാധാനമില്ല, നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമില്ല, നമുക്ക് പ്രിയപ്പെട്ടവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അനേകം പേരുടെ അവസ്ഥ. അതിനാൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവിക സന്തോഷം നിറയാൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്ക്, നമ്മളൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ചിന്തിക്കുക, എന്തോരം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്തോരം ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്, എന്തോരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എന്തോരം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഒരു സെക്കൻഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതും ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തിയതുമായ വഴികളെ ധ്യാനിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമ്മൾ ദൈവസ്നേഹം നിറയും, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമ്മൾ നന്ദി പറയും. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിൽ എന്തോരം അനുഗ്രഹങ്ങൾ നൽകി അതിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്ക്, അതിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്ക്, അതിലേക്ക് നോക്കി ദൈവം ജീവിക്കുന്നുവെന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയും നമ്മൾ അറിഞ്ഞും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ കുടുംബത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ നയിച്ചിട്ടുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ ദൈവം വഴിയൊരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഈ ആരാധനയിൽ നോക്കുക. ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചതിനെ നമ്മൾ ഓർത്ത് ധ്യാനിക്കുക. ദൈവം നമ്മളെ വഴി നടത്തിയതിനെ ഓർത്ത് നമ്മൾ ധ്യാനിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലും ദൈവിക സന്തോഷം, ദൈവിക സമാധാനം നിറയും. അതിനാൽ ഒരു നിമിഷം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഈശോ കൃപ നൽകിടുമേ, ബലമണിക്കുമേ,
കൃപ നൽകിടുമേ, ബലമണിക്കുമേ, മറമധുരമായി മാറ്റിടുമേ, മറമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിലേക്ക് വരാനുള്ള നമ്മുടെ മനസ്സ് ദൈവസ്നേഹത്താൽ നിറയപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ദൈവം നമുക്ക് ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുക. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുക. നമ്മൾ ദൈവം ചെയ്ത കാര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ നന്ദി പറയുക. അതാണ് ഏറ്റവും അനുഗ്രഹമൊഴുകുന്ന പ്രാർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയ നന്മകളെ ധ്യാനിക്കുക, നമ്മുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത നന്മകളെ ധ്യാനിക്കുക. അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടും. മറ്റുള്ളവരിലെ നന്മ കാണുമ്പോൾ അത് ദൈവം ചെയ്തതാണ് എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ അസൂയപ്പെടുകയല്ല, നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ എനിക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ പറ്റുന്നുണ്ട്. ഓർക്കുക, നമ്മൾ മറ്റൊരാളിൽ നന്മ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് വളരുകയാണ്. മറ്റൊരാളുടെ നന്മയോർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവ മനസ്സിലേക്ക് വളരുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ പറയുന്നുണ്ട്, പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാനിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. ആ ശിശുക്കളിലെ നന്മ കണ്ടപ്പോൾ യേശു പിതാവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഓർത്തു നോക്കിക്കേ, മറ്റൊരാളുടെ നന്മ കണ്ട് നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ നിറയുന്ന ഭാവം ദൈവിക ഭാവമാണ്. അപ്പോൾ ദൈവസ്നേഹം നിറയാൻ ഏറ്റവും വലിയ വഴി നമ്മുടെ നന്മകളെ ഓർത്തും മറ്റുള്ളവരുടെ നന്മകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും മറ്റുള്ളവരുടെ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം, ദൈവഭാവം നമ്മളിൽ നിറയും. നമുക്ക് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ മനസ്സിലെ ചിന്ത നീ കാണുന്നു, നീ നോക്കുന്നത് എൻ്റെ സ്വകാര്യതയിലേക്കാണ്. യേശുവേ, ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ, മറ്റുള്ളവരിലെ നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കും മനസ്സിൽ അസൂയ തോന്നാറുണ്ട്. എനിക്ക് ആത്മാർത്ഥമായിട്ട് അതിനെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റാറില്ല. എനിക്ക് അവരുടെ ഉയർച്ചയിലും നന്മയിലും നേട്ടത്തിലും എനിക്കവരെ ഓർത്ത് നന്ദി പറയാനോ സന്തോഷിക്കാനോ പറ്റാത്ത ഒരു ആത്മീയ അന്ധകാരത്തിൻ്റെ അവസ്ഥ എന്നിലുണ്ട്. യേശുവേ, മറ്റുള്ളവരിലെ നന്മയെക്കുറിച്ച് കേൾക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ അറിയുമ്പോഴും അതിനെ ഓർത്ത് നന്ദി പറയുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിലെ നന്മകളിലേക്കും ദൈവാനുഗ്രഹങ്ങളിലേക്കും നോക്കി നന്ദി പറഞ്ഞ് ദൈവസ്നേഹത്താൽ നിറയുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ, ഞാൻ ദൈവിക സന്തോഷത്താൽ നിറയപ്പെടട്ടെ, ഞാൻ മറ്റുള്ളവരുടെ നന്മയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭരണം കടന്നു വരട്ടെ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഭരണം കടന്നു വരട്ടെ. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ കുർബാനയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഈശോയെ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കിടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ട്, ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികളുണ്ട്. ഈ ശുശ്രൂഷ TV യിലൂടെ കാണുമ്പോൾ അടുത്ത മുറിയിൽ ഒരു കിടപ്പ് രോഗി കിടപ്പുണ്ട്.
ആ കിടപ്പ് രോഗിയിൽ യേശുവിൻ്റെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷ നീ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നു. ഇപ്പോൾ അത് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ വചനം 6:35 മുഴുവനായിട്ട് ചിലപ്പോൾ വായിക്കാനോ അല്ലെങ്കിൽ ഓർത്തിരിക്കാനോ പറ്റാത്തവർ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ വചനം, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങും. ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ യേശുവേ എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ലൂക്ക 6:35. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു.